साथिया साथिया बदले से दिल ने ये क्या किया चुन लिया चुन लिया നമുക്ക് എല്ലാവർക്കും എല്ലാമാണ് മ്യൂസിക്. അതായത് നമ്മുടെ ഓരോ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള പാട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് എന്ന് പറഞ്ഞാൽ അബൌട്ട് 1500 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ അടുത്ത് ഇന്നുണ്ട്. പഴയ കാലത്ത് സംഗീത സംവിധായകരാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ പാട്ടുകളെ അംഗീകരിക്കില്ല. ചലേഗാ मेरा साया साथ होगा तू जहाँ जहाँ चलेगा मेरा साया साथ होगा मेरा साया मेरा साया मेरा साया मेरा साया. നമസ്കാരം. ലത മങ്കേഷ്കർ ജിയുടെ പാട്ടിൽ നിന്ന് ഷീ ടോക്സിന്റെ ഇന്നത്തെ വിഷയം സംഗീതമാണെന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കി കാണും. അപ്പോ ശ്രീപ്രിയയുടെ എന്താ അഭിപ്രായം മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ളത്? മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും എല്ലാമാണ് മ്യൂസിക്. അതായത് നമ്മുടെ ഓരോ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള പാട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ ശോകമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് വികാരങ്ങളാണെങ്കിലും അതനുസരിച്ചുള്ള പാട്ടുകൾ നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് അല്ലെ. ശ്വേത ഇപ്പൊ ഒരു പാട്ട് പാടി, ഒരു ഹിന്ദി പാട്ടാണ് പാടിയത്. അപ്പൊ ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? ലത മങ്കേഷ്കർ ജിയുടെ, നമ്മുടെ മച്ച് സെലിബ്രേറ്റഡ് സിംഗർ ലത മങ്കേഷ്കർ ജി പാടിയ പാട്ടാ. ഷീസ് നോ മോർ വിത്ത് us, ഇന്നില്ല. പക്ഷെ അവർ ഉള്ള സമയത്ത് ഡെക്കേഡ്സ് ലോങ്, അതായത് അവരൊരു ഇൻസ്പിറേഷൻ ആണ്. അവരൊരു ജനറേഷന് മാത്രമല്ല, ആ ഒരു ടൈമിൽ, അതായത് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രീന്റെ അഥവാ പറയണമെങ്കിൽ ലത മങ്കേഷ്കർ ജിയും ആശാ ഭോസ്ലെ, അവർ ഒബ്വിയസ്ലി അവരുടെ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവർക്ക് കിട്ടിയ പ്രിവിലേജും അവർക്ക് ഉണ്ടായിരുന്ന മൈലേജും ഇന്നത്തെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇന്നത്തെ യൂത്തും അതെ, ഇപ്പൊ അപ്കമിങ് ജനറേഷൻസും അതെ, അവർ ലുക്കപ്പ് ടു ചെയ്യണതാ. ഇതൊരു പഴയ ഒരു പാട്ടാണ്, അതിന്റെ മെമ്മറിയിലാണ് ഞാൻ പാടിയത്. അപ്പോൾ മ്യൂസിക്കിന്റെ ഏറ്റവും വലിയ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ കുറെ കൊല്ലങ്ങൾ മുന്നായിട്ട്, അതായത് ഒരു 40,000 ഇയേഴ്സ് ബിഫോർ ആയിട്ട്, ഒരു അപ്പർ പാലിയോളിത്തിക് ഏജിലായിരുന്നു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് തന്നെ ഡെവലപ്പ് ആയത്. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഫസ്റ്റ് ടൈം ഡെവലപ്പ് ആയത് ഒരു ബോണ്ട് ഫ്ലൂട്ട്സ് ആയിരുന്നു. സ്വാനിന്റെയും വൾച്ചറിന്റെയും ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു അങ്ങനെയായിരുന്നു ഫസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ലോകത്ത് എന്ന് പറഞ്ഞാൽ അബൌട്ട് 1500 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ അടുത്ത് ഇന്നുണ്ട്. ബ്രാസ്, പെർക്യൂഷൻ, കീബോർഡ്, ഗിറ്റാർ എന്ന് പറഞ്ഞിട്ട് പല പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മ്യൂസിക്കിന്റെ ഫസ്റ്റ് ഫാദർ ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ വിഷ്ണു നാരായൺ ഭട്കണ്ഡെ സാറാണ്. അപ്പൊ വിഷ്ണു നാരായൺ സാറ് മ്യൂസിക്കിനെ റീഓർഗനൈസ് ചെയ്തിട്ട് അതിന് ഡിഫറെന്റ് സ്ട്രക്ചർ, ടെമ്പോ, സൗണ്ട്, സ്ട്രക്ചർ ഒക്കെ കൊടുത്തത് സാറാണ്. അത് പിന്നെ പിന്നെ പോയിട്ട് നമ്മൾക്ക് പല ലാംഗ്വേജസിലും അതെ, മലയാളത്തിലതെ, ഹിന്ദിയിലതെ, ഇംഗ്ലീഷിലതെ, പല വെർനാക്കുലർ ലാംഗ്വേജസിൽ നമ്മൾക്ക് മ്യൂസിക്, അങ്ങനെ നമ്മൾക്ക് ഓരോന്നും മ്യൂസിക് നമ്മൾക്ക് ഡെവലപ്പ് ആയിട്ട് അതാണ് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യണത്. തീർച്ചയായിട്ടും. ഇപ്പൊ മലയാളത്തിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1870s കാലത്തെ പാട്ടുകളല്ല ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറെ ആരാധിക്കുന്നവരാണ് വേടൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഡാപ്സി ആയിക്കോട്ടെ, ഹനുമാൻ കൈൻഡ് ആയിക്കോട്ടെ, ഇവരെല്ലാവരെയും നമ്മൾ വെറൈറ്റി പാട്ടുകളാണ് ഇവിടെ പാടുന്നത്. ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇത് കൂട്ട് പാട്ടുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി സംഗീത സംവിധായകരായിക്കോട്ടെ, അതുപോലെ ആരാധകരുണ്ടായിരുന്നു. എന്നാൽ പഴയ കാലത്ത് സംഗീത സംവിധായകരാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ പാട്ടുകളെ അംഗീകരിക്കില്ല. കാരണം നമുക്കറിയാം, പഴയ പാട്ടുകൾ എന്ന് പറയുന്നത് ശബ്ദമാധുര്യം കൊണ്ടും അതുപോലെ വരികളെല്ലാം ഉദ്ദേശിച്ചായിരുന്നു നമ്മൾ ഓരോ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞത്. എന്നാൽ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരു 2012 സമയത്ത് സ്വപ്നസഞ്ചാരി എന്ന മൂവിയിലെ കിളികൾ പാടും ഒരു ഗാനം, ആ പാട്ട് ഇറങ്ങിയ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പാട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ അയലത്ത് വീട്ടിലെ കല്യാണ ചിക്കന് എന്ന് പറഞ്ഞ പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ലോകത്തിനനുസരിച്ച് നമ്മൾ പാട്ടുകളെയും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം. ഇപ്പൊ റെക്സ് വിജയൻ ആയിക്കോട്ടെ, സുഷിൻ ശ്യാം ആയിക്കോട്ടെ, ഇവരാണ് ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വേടനെ ആയാലും നമ്മുടെ സുഷിൻ ശ്യാമിനെ ആയാലും ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമുക്ക് പറയാം. അപ്പൊ ലോകം സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മ്യൂസിക്കിന്റെയും അതുപോലെ തന്നെ സിനിമയും സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്, കാരണം നമ്മുടെ നേരത്തെ നമ്മൾ ഒരു മ്യൂസിക് നമ്മളൊരു എൻജോയ്മെന്റ് കേൾക്കാനായിട്ട് നമ്മുടെ സോഴ്സ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്ന ഒരു ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, അങ്ങനത്തെ ഒരു ലിമിറ്റഡ് ഒരു റേഡിയോ സിസ്റ്റം ആയിരുന്നു നമ്മൾ മ്യൂസിക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പല മീഡിയംസ് ഉണ്ട്, സ്പോട്ടിഫൈ, പിന്നെ അത് കഴിഞ്ഞിട്ട് അമസോൺ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, അങ്ങനെ പല പല സ്ട്രക്ചറിൽ നമ്മൾക്ക് ഇപ്പൊ ഒരു ഫോണിന്റെ ടാപ്പിംഗ് ചെയ്താൽ മതി, നമ്മൾക്ക് മ്യൂസിക് നമുക്കിന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാലങ്ങൾ മാറിയ പോലെ തന്നെ നമ്മുടെ മ്യൂസിക്കും അതേപോലെ ഡെവലപ്പ് ആയിട്ട് നമ്മുടെ ഇപ്പൊ ഫിംഗർ ടിപ്സിലാണ് മ്യൂസിക് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ആ ടൈപ്പ് ഓഫ് പാട്ടുകൾ, അതായത് ഒരു
ഒരു മെലഡിക് പാട്ടുകളാണ് ഒരു സമയത്ത് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അങ്ങ് വന്നപ്പോൾ ഇപ്പൊ ഇലൂമിനാറ്റി വരെ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അതെന്ന് പറഞ്ഞാല് വാക്കുകളായിക്കോട്ടെ, വരികളായിക്കോട്ടെ, പാട്ടിന്റെ ഈണങ്ങളായിക്കോട്ടെ, പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ പാടാനും ആസ്വദിക്കാനും കഴിയുന്ന പാട്ടുകളാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പാട്ടുകളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അല്ലേ? പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ മ്യൂസിക് എന്ന് വെച്ചാൽ ഇപ്പോൾ പല ലാംഗ്വേജസിലും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ കൗണ്ടർ പാർട്സിൽ അഥവാ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മ്യൂസിക് ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് മ്യൂസിക്കിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മ്യൂസിക്കും സ്റ്റാർട്ട് ആയത് അതായത് പണ്ടത്തെ കാലത്ത് ഗ്രീക്സും റോമൻസും അവർ ത്രൂ ആയിരുന്നു മ്യൂസിക്, ഇംഗ്ലീഷ് വെസ്റ്റേൺ മ്യൂസിക് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് മൈക്കിൾ ജാക്സൺ ഫേമസ് ആണല്ലോ. അപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ പാടിയ പോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ വെസ്റ്റേൺ മ്യൂസിക് എന്ന് വെച്ചാൽ അത് ജാക്സൺ സർ എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മള് ഒപ്പം എന്ന് വെച്ചാൽ അത്രത്തോളം അത് ഹി വാസ് സെലിബ്രേറ്റഡ് ആസ് എ കിങ് ഓഫ് പോപ്പ് മ്യൂസിക് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ എൽവിസ് പ്രസ്ലി റോക്ക് ആൻഡ് റോൾ ആക്ടർ, സിംഗർ രണ്ടും ആയിരുന്നു. പിന്നെ ലൂയിസ് ആംസ്ട്രോങ് അവർ കാരണം ജാസ് മ്യൂസിക് വന്നു. അത് പിന്നെ പോയിട്ട് വെസ്റ്റേൺ കൗണ്ടർ പാർട്സ് നമ്മൾക്ക് ഇപ്പോഴും അതെ നമ്മുടെ കോൾഡ് പ്ലേ, അതെ ഈഡ് ഷെറാൻ, ബിയോൺസെ നോവൽസ്, ഷക്കീറ, നമുക്ക് പല ടൈപ്പിന്റെ മ്യൂസിക്, പല മ്യൂസിക് കോമ്പോസിഷൻസ് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് നമ്മളിപ്പോൾ എൻജോയ് ചെയ്തിട്ടിരിക്കുക. അത് നമ്മുടെ പ്രീവിയസ് ജനറേഷൻസിനും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അതിനൊപ്പം ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ എൻവയറമെന്റും അതെ, അതായത് നമ്മുടെ ഇപ്പോൾ ഫ്യൂച്ചറും അതെ, ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിക് എന്ന് പറഞ്ഞാലും അതെ പല ടൈപ്പിന്റെ ചേഞ്ചസ് വന്നിട്ട്. അപ്പൊ ഇത് കാരണം നമ്മള് വെർച്വൽ ലൈവ് കോൺസേർട്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം വെർച്വൽ ആയിട്ട് നടക്കുന്ന കാര്യം ഇപ്പൊ മ്യൂസിക്കും അതെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു രീതി അതെ. നമ്മൾ നേരത്തെ പോകുമ്പോൾ നമ്മൾ ലൈവ് കോൺസേർട്സും അതൊക്കെയാണ് നമ്മൾ ലൈവ് ആയിട്ട് പോയിട്ട് ഇരുന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ആസ്വദിക്കാനായിരുന്നു നമ്മൾക്ക് താല്പര്യം. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ തിരക്കിലും അതെ നമ്മൾക്കിപ്പോൾ ഒരു ഷോർട്ട് കട്ട് വേണമെന്നുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾക്കൊരു ഇത് വേണമെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വർക്ക് നടക്കും, ബ്രേക്കും കൂടെ വേണമെന്ന് പറഞ്ഞാല് നമ്മൾക്കിപ്പോൾ വെർച്വൽ കോൺസേർട്സ് ആയാലും അതെ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ, ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണെന്ന് പറയാം അല്ലേ? പിന്നെ അതുകൂടാണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം ഒരു എൻജോയ്മെന്റ് അല്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഭയങ്കര ചില സാഹചര്യത്തിൽ നമ്മൾ ഡിപ്രസ് ആയിട്ടിരിക്കും. അപ്പൊ ഡിപ്രസ് ആയിട്ടിരിക്കുമ്പോൾ അതൊരു സൂതിങ് ആണ്. അപ്പൊ ഹെൽത്ത് ചേഞ്ചസും അതെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതെ മ്യൂസിക് കാരണം ഭയങ്കര ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഓക്കെ, ഇപ്പോ നമ്മളെല്ലാവരും ഏറെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സൂര്യ സന്തോഷ് എന്ന് പറയുന്നത്. അപ്പൊ സൂര്യ സന്തോഷിന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വരികളായിക്കോട്ടെ, ഒരിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം, പാട്ട് ചേച്ചി കേട്ടിട്ടുണ്ടോ? അതെ, ഓക്കെ, ആ ഒരു പാട്ട് തിരുത്തി കുറിച്ചുകൊണ്ട് ആലായാൽ തറ വേണോ, അടുത്തൊരു അമ്പലം വേണോ എന്നൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് അദ്ദേഹം തന്നെ ആ പാട്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒട്ടനവധി പാട്ടുകളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിന് മുകളിലായി തനി മലയാളം എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട് നമ്മുടെ സൂര്യ സന്തോഷിന്റെ. അരികേ നീയാരോമയായി എന്ന് പറഞ്ഞ വളരെ മെലോഡിക് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മലയാള ഭാഷയെയും ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്ന പാട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് മോജോ കേൾക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മുടെ കപ്പ ടിവിയില് മ്യൂസിക് മോജോയില് ഒത്തിരി കർണാട്ടിക് മ്യൂസിക് കൊണ്ടുവരുന്ന വ്യക്തികളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ രമ്യ വിനയ് കുമാർ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ മെലോഡിക് ആണ്. ഇപ്പോ പ്രായഭേദമന്യേ അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ പാടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അനേകമുണ്ട്. ഇപ്പോ ഞാൻ തന്നെ ആ ചേച്ചിനെ ഇന്റർവ്യൂ എടുത്ത ടൈമിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കർണാട്ടിക് മ്യൂസിക്കിനെ ഇങ്ങനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ അവര് പറഞ്ഞത് ഇതാണ്, കർണാട്ടിക് മ്യൂസിക് എല്ലാവർക്കും അങ്ങനെ അറിയില്ല. ഇപ്പോ മാടുമേക്കും കണ്ണേ നേ പോക വേണ സുന്നേ, ആ ഒരു പാട്ടിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ രാത്രി 1 മണി ആയിരിക്കുമ്പോ ഇപ്പൊ ഒരു മുസ്ലിം ആണ് വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത്. ആ പാട്ടിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, എനിക്ക് ഈ പാട്ട് കേൾക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ മ്യൂസിക് എന്ന് പറയുന്ന ശേഷി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെറാപ്പി തന്നെയാണ്. ഇപ്പൊ രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനും അവരുടെ പാട്ട് ഒത്തിരിയേറെ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇതാണ് പറയുന്നത്, നമ്മുടെ ലൈഫിൽ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഭാഗം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അതെ, എക്സാക്ട്ലി. പിന്നെ അതുകൂടാണ്ട് ഇപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് മ്യൂസിക് ഇപ്പൊ നല്ല മ്യൂസിക്കിൽ ഓപ്പർച്യൂണിറ്റീസും ഇപ്പൊ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ കുട്ടികൾക്ക്. ഇപ്പൊ കുട്ടികളായാലും ശരി, സ്റ്റാർ സിംഗർ ആയാലും ശരി, പിന്നെ അതേപോലെ ഇന്ത്യൻ ഐഡൽ ആയാലും ശരി, റിയാലിറ്റി ഷോസിന്റെ പ്ലാറ്റ്ഫോംസ് നല്ലോണം വന്നിട്ടുണ്ട് കുട്ടികൾക്ക് സിംഗിങ്ങിന്റെ പ്ലാറ്റ്ഫോം ആയിട്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഒത്തിരി പേര് പാട്ടുകൾ പാടി വിടുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അവർ കരുതുന്നത്. നമ്മളും എന്താ ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്കും ചെയ്യാനുള്ളത് അല്ലെ? അതേപോലെ തന്നെ ഇപ്പൊ റിയാലിറ്റി ഷോസിന്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല സിംഗേഴ്സ് അതെ, നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും അതെ, കൊച്ചുങ്ങളും അതെ, കുട്ടികളും അതെ, ഋതുരാജ് എന്നൊക്കെ പറയുന്നത് കൊച്ചുങ്ങള് മലയാളത്തിലും അതെ, പിന്നെ അതുകൂടാണ്ട് അവര് ഹിന്ദിയിലും അതെ നല്ല പോപ്പുലാരിറ്റി, അതായത് നല്ല ഓഡിയൻസസ് അവര് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. കൊച്ചു പ്രായത്തിൽ
തന്നെ അവർക്ക് നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. അത് കൂടാണ്ട് തന്നെ അവർക്ക് പ്ലേബാക്ക് സിംഗിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ഇത്ര ചെറിയൊരു പ്രായത്തിൽ അവർക്ക് കിട്ടുമ്പോൾ ഫ്യൂച്ചർ ഓബ്വിയസ്ലി അവരെ കുറച്ചും കൂടെ സെക്യൂർഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഇപ്പോഴേ ഉണ്ട്. ഇത് നമ്മുടെ കാലത്തിൽ അത്ര ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇതനുസരിച്ചിട്ട് കിട്ടണം. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് മ്യൂസിക്കിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ സംസാരിക്കാൻ പറ്റി. അപ്പൊ എന്താണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? പണ്ടത്തെ അതെ, ഇന്നത്തെ അതെ, നമ്മുടെ ഫ്യൂച്ചറും അതെ. മ്യൂസിക് പ്രിമിറ്റീവ് സ്റ്റേജ്, അതായത് നമ്മുടെ കുറെ സെഞ്ചുറീസ് ബിഫോർ, ഒരു സ്റ്റോൺ ഏജ്, ഒരു പാലിയോളിത്തിക് ഏജ് എന്ന ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് നമ്മുടെ ഇന്നും നമ്മുടെ നിലനിൽക്കുന്ന ഒരു മ്യൂസിക് പ്ലസ് ഫ്യൂച്ചർ ജനറേഷൻസിന് ഓർമ്മ വെക്കാവുന്ന മ്യൂസിക് പലതരത്തിന്റെ ഉണ്ട്. അത് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളുടെ ഒരു എൻവയറമെന്റ്, നമ്മൾ എത്ര ഡിപ്രഷൻ, എത്ര ലോയിലാണെന്ന് വെച്ചാലും മ്യൂസിക് ഒരു എന്താ പറയാ, ഒരു ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ആർ ലൈഫ്. ഇത് ഒരിക്കലും നമ്മളെ വിട്ടുമാറി നിൽക്കില്ല. നമ്മളുടെ എത്ര ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ എത്ര ഡിസ്റ്റർബൻസസ് ഉണ്ടായാലും ശരി, മ്യൂസിക് ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യണേന്ന് ശ്രേയ ഘോഷാൽ മാമിന്റെ ഒരു 2 വരികൾ പാടിയിട്ടായിരിക്കും ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. സാഥിയാ സാഥിയാ बदले से दिल ने ये क्या किया, चुन लिया तुझको दीवाने ने चुन लिया, दिल तो उड़ा रे आसमां में बादलों के संग, ये तो मचल के गा रहा है सुन नई सी धुन, बदमाश दिल तो ठग है बड़ा, बदमाश दिल ये तुझसे जुड़ा, बदमाश दिल मेरी सुने ना जिद पे अड़ा. ഞങ്ങളുടെ വിഷയം സംഗീതം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വരാനായിരിക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.